ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം, എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം, എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്, ഇന്ന് വരെ അവൻ കോളേജിൽ പോയിട്ടില്ല. ഞാനിപ്പോൾ പുള്ളിക്കെതിരെ എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് തീരുമാനിച്ചിട്ട് നിയമപരമായി നീങ്ങിയിരിക്കുകയാണ്. നിയമപരമായിട്ട് തന്നെ ആ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും തീരുമാനം. കാര്യം എനിക്കും പണിയെടുത്തതിന് കാശ് തരാനുണ്ടല്ലോ. അപ്പോൾ ഇതിപ്പോൾ കൊടുക്കുന്നത് അവിടെ നിൽക്കട്ടെ, ബാക്കി നമുക്ക് നിയമപരമായിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. കാര്യം ഈ ഒരു പ്രസ്താവന മൂലം എനിക്കുണ്ടായ അപമാനം, എൻ്റെ കുടുംബത്തിനുണ്ടായ അപമാനം, എൻ്റെ മോന് അന്ന് കോളേജിൽ നിന്ന് ഇറങ്ങിയാണ്, ഇന്ന് വരെ അവൻ കോളേജിൽ പോയിട്ടില്ല. ഞാൻ അതൊക്കെ കൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു ഇത് വിളിച്ചു ചേർത്തത്. കാര്യം പിള്ളേരുടെ ഭാവി പോലും അവതാളത്തിലോട്ട് പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാത്തിനും നമ്മൾ സൈബർ ആക്രമണം നടത്തി, എൻ്റെ മോളുടെ പേജിൽ കയറി ആക്രമണം നടത്തി എല്ലാവർക്കും എതിരെ പരാതി കൊടുക്കും. അങ്ങനെ ഒരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. ധർമ്മജൻ പറഞ്ഞത് വേണമെങ്കിൽ നമ്മൾക്ക് 3 പേർക്കും കൂടി ഇരുന്ന് സെറ്റിൽമെൻ്റ് ആക്കാമെന്നാണ് ഹരീഷിനോട് പറഞ്ഞത് ധർമ്മജൻ. അല്ലാതെ അങ്ങനെ ഒരു ചർച്ച നടന്നു എന്നല്ല ധർമ്മജൻ പറഞ്ഞത്. അത് ശരിക്കും കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഡേറ്റ് നോക്കിയിരുന്ന സമയത്തുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്കൊരാവശ്യം വന്നപ്പോൾ അവരെല്ലാം സഹായിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ലല്ലോ. അവരെന്നോട് പറഞ്ഞ മര്യാദ ഇതല്ലേ, അപ്പോൾ അതൊക്കെ അവർ നല്ല കാര്യത്തിന് വേണ്ടിയില്ല, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കാലം പണിയെടുത്തല്ലേ, അതുകൊണ്ട് നിങ്ങളത് വെച്ചോ എന്നുള്ള രീതിയിൽ അവർ രണ്ടുപേരും എന്നോട് പറഞ്ഞേക്കുന്നത്. ഇദ്ദേഹം മാത്രമാണ് അതൊന്നും പറയാത്തത്. എന്തോ ഒരു തെറ്റിദ്ധാരണയും ഗൂഢാലോചനയും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. കാര്യം എൻ്റെ പടം റിലീസ് അനൗൺസ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാകുന്നതില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ. ഇതുവരെ സംസാരിച്ചില്ല. പക്ഷേ ഹരീഷ് അടുത്ത ദിവസം സിനിമ റിലീസിൻ്റെ അന്ന് മീഡിയയുടെ മുമ്പിൽ പറഞ്ഞു, ബാദുക്ക എന്നെ വിളിച്ചിരുന്നു, പൈസ തരാമെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ ആരോപണം ഉന്നയിച്ചത് രാത്രി ഹരീഷിൻ്റെ ഫോണിലോട്ട് വിളിച്ചു, ഹരീഷ് ഫോൺ എടുത്തില്ല. സന്ധ്യനെ വിളിച്ചു. കാര്യം സന്ധ്യ എന്നൊക്കെ പറയാൻ ഞങ്ങൾ അത്രയും നല്ല അടുത്ത ബന്ധങ്ങളുണ്ടായിരുന്ന ആൾക്കാരാണ്, കുടുംബ ബന്ധമുള്ള ആൾക്കാരായതുകൊണ്ടാണ്. സന്ധ്യനെ വിളിച്ചു, സന്ധ്യ ഫോൺ എടുത്തില്ല. സന്ധ്യയ്ക്ക് ഞാൻ മെസ്സേജ് ഇട്ടു, ഞാനാണൊന്ന് ഫോൺ എടുക്കുമെന്ന് ചോദിച്ച് എടുത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ നിർമ്മലിനെ വിളിച്ചു. നിർമ്മൽ ഫോൺ എടുത്തു. കുറേ നേരം അവരെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല ബാധിക്കുക എന്നൊക്കെ പറഞ്ഞു. നിർമ്മലും അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചു. അടുത്ത ദിവസം നിർമ്മൽ സിനിമയുടെ ഇൻ്റർവ്യൂ കയറി നിന്നിട്ട് എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഹരീഷ് കണാറിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത് ഹരീഷ് കണാറിൻ്റെ സ്വഭാവം കൊണ്ടാണ്, ഹരീഷ് കണാറിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഹരീഷ് കണാറിന് സിനിമയിലെ അവസരങ്ങൾ നഷ്ടപ്പെട്ടത്. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ സെറ്റിലും അയാളുണ്ടാക്കിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാ കാലത്തും ഒരു ആളിങ്ങനെ നിറഞ്ഞെപ്പോഴും സിനിമയിൽ നിൽക്കില്ല. ഒരേ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആൾക്കാർ വരുമ്പോൾ ഇവരൊക്കെ മാറി മാറി കൊടുത്തേ പറ്റുള്ളൂ. പുള്ളിയുടെ ഒരുപാട് സ്വഭാവ പ്രശ്നങ്ങൾ സിനിമാ സെറ്റുകളിൽ ഉണ്ടായിട്ടുണ്ട്. പല പ്രൊഡ്യൂസർമാർക്കും പല ഡയറക്ടർമാർക്കും പല കൺട്രോളർമാർക്കും അനുഭവങ്ങളുണ്ട്. പുള്ളി വലിയ സിനിമകൾ ചെയ്യുമ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ചെയ്യുമ്പോഴും ഒരു സ്വഭാവവും, ചെറിയ ആൾക്കാർ അതായത് പുതിയതായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ പടം ചെയ്യുമ്പോൾ മറ്റൊരു സ്വഭാവമാണ് പുള്ളി കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുള്ളിക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടേക്കുന്നത്. ഈ അടുത്ത് അവർക്ക് ഒരു പ്രൊഡ്യൂസർ കുറച്ചധികം പണം കൊടുക്കാറുണ്ടെന്നും നിർമ്മാതാവ് ഒരു വീട് പണിയാണെങ്കിൽ എനിക്കൊരു മുറി മാറ്റി വെച്ചാൽ മതി, ഞാൻ അവിടെ താമസിച്ചോളാം എന്നൊക്കെ തമാശയോടെ പറയും. അതിനടിയിലും ഒരുപാട് പേര് ബാദുഷ എന്നുള്ള പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതിനെതിരെ എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അതിനെതിരെ എന്തിനാ ചെയ്യുന്നത്? നിഖില വിമൽ എൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഏതൊരു പ്രൊഡ്യൂസറുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോഴാണ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടത്തിലൊന്നും നിഖില വിമൽ അഭിനയിച്ചിട്ടില്ല. പ്രൊഡക്ഷൻ കൺട്രോളായിരുന്ന പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാനതിനെതിരെ എന്ത് ചെയ്യാനാണ്? ഇല്ല, ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു എന്ന് പറയാം. അവിടുത്തെ തമാശ രീതിയിലാണ് ആ കുട്ടി പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു.